ലോകകപ്പിലെ ഏറ്റവും ഹൈ വോൾട്ടേജ് പോരാട്ടമെന്ന് വിശേഷിപ്പിക്കട്ടെ മത്സരമായിരുന്നു ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ളത്. പക്ഷേ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് സ്പെയിൻ കരുത്തരായ ഫ്രാൻസിനെ മുട്ടുകുത്തിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ടോട്ടൽ ഫുട്ബോൾ, അതായത് ഒരു ടീം എങ്ങനെ കളിക്കണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് സ്പാനിഷ് ടീം കാഴ്ചവെച്ചത്. അവരുടെ കൃത്യമായ പാസുകൾ, അളന്ന് കുറിച്ചുള്ള മുന്നേറ്റങ്ങൾ എന്നിവയെല്ലാം ഇന്ന് സമാനതകളില്ലാത്ത കളിയാണ് സ്പെയിൻ മുന്നോട്ട് വെച്ചത്. ഫ്രാൻസിനെ അക്ഷരാർത്ഥത്തിൽ മുക്കിക്കളയുന്ന കളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കളി? എങ്ങനെയുണ്ടായിരുന്നു? സ്പെയിൻ ഏറ്റവും നല്ല കളി ഇന്ന് സ്പെയിൻ കളിച്ചെന്ന് തോന്നുന്നല്ലേ? ഫ്രാൻസ് എന്തായാലും ജയിക്കുന്നത് വിചാരിച്ചാണ് വന്നത്. ബട്ട് സ്പെയിൻ അടിപൊളി എംബാപ്പയ്ക്ക് തീരെ ശോഭിക്കാൻ കഴിഞ്ഞില്ല. തീരെ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഒരു കളി കണ്ടത് അങ്ങനെ വിചാരിച്ചാണ്. ഫ്രാൻസ് അത്ര നല്ല കളിയായിരുന്നു ഇതുവരെ. ബട്ട് സ്പെയിൻ സമ്പൂർണ്ണ ആധിപത്യം. അല്ല, കഴിഞ്ഞ കളിയൊന്നും വെച്ച് താരതമ്യപ്പെടുത്താൻ പോലും പറ്റില്ലല്ലേ സ്പെയിൻ കളി? സ്പെയിൻ പക്കാ സീൻ. ഫ്രാൻസിനെല്ലാം പൂട്ടി വിട്ട് ഫ്രാൻസിനെ പിടിച്ചു നോക്കിയില്ല. കഴിഞ്ഞില്ല. എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി കളി, സൂപ്പർ. ഏത് ടീമായിരുന്നു? ഫ്രാൻസ് ആയിരുന്നു, സ്പെയിൻ ആയിരുന്നു? സ്പെയിൻ നല്ല കളിയാണ്. സ്പെയിൻ നന്നായിട്ട് കളിച്ചു, ജയിച്ചവര്. ഏത് ടീമായിരുന്നു? സ്പെയിൻ തന്നെ. സ്പെയിനായിരുന്നു. സ്പെയിൻ തന്നെ സപ്പോർട്ട്. എങ്ങനെയുണ്ടായിരുന്നു കളി? അടിപൊളി കളി. ഫ്രാൻസ് പ്രതീക്ഷിച്ച രീതിയിൽ കളിച്ചില്ല. നിങ്ങൾ ഫ്രാൻസ് ആയിരുന്നു? ഞങ്ങൾ ഫ്രാൻസ് ആയിരുന്നു. ഞങ്ങളെ പ്രതീക്ഷ കാത്തില്ല. കാലാക്കണ ആരായാലും കുഴപ്പമില്ല. അല്ലെ, എങ്ങനെ കളി? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. കളി എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, നല്ല കളിയായിരുന്നു. ഒന്ന് പറ കളിയുടെ ഒരു കളി. കിടിലൻ കളിയായിരുന്നു. സ്പെയിനിലെ 11 പേര് നന്നായിട്ട് കളിച്ചു. ഫ്രാൻസ് നമ്മൾ പ്രതീക്ഷ അത്ര കളിച്ചില്ല അവര്. അതിനുണ്ടാവും. ഈ കാബാർഡോടൊക്കെ സമനില പിടിച്ച സ്പെയിനെ അല്ലെന്ന് അല്ലേ? അല്ലല്ല, സ്പെയിന് പോർച്ചുഗലിനെ കളിച്ചിലൊക്കെ നന്നായിട്ട് ഇന്ന് കളിച്ചിട്ടുണ്ട്. നല്ല ഭയങ്കര ഒത്തിണക്കമായിരുന്നു ടീമല്ലേ? 11 പേര് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഭയങ്കര പാസുകള്, കട്ട് പാസുകള് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. എംബാപ്പയ്ക്ക് ഇറങ്ങാൻ പറ്റിയില്ല. എംബാപ്പെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എത്തിയില്ല. എങ്ങനെയുണ്ടായിരുന്നു കളി? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ടായിരുന്നു? എന്നുവെച്ചാ ഈ കഴിഞ്ഞ കളിയിലൊക്കെ കളിച്ചതിനേക്കാളും സ്പെയിൻ മറ്റൊരു ടീമായി മാറി. ഇപ്പോൾ എന്താണ് കാണിച്ചത്? സ്പെയിന് ഏത് ടീമായിരുന്നു? സ്പെയിനായിരുന്നോ ഫ്രാൻസ്? അല്ല, എനിക്ക് ടീമൊന്നുമില്ല. കളി നന്നാകുക. രക്ഷയില്ലാത്ത കളി. സ്പെയിന് രക്ഷയില്ല. സൂപ്പർ. അർജന്റീനയ്ക്കും ഇംഗ്ലണ്ടിനും വലിയ ഭീഷണിയാണ്. ഓ, അർജന്റീന തോൽപ്പിക്കും ഈ കളി കളിച്ചാല്. നല്ല കളിയാണ്. അല്ല, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കളി? എങ്ങനെ കളി പൊള്ളി, ഒരു രക്ഷയില്ല. കളി കപ്പൻ സ്പെയിൻ തന്നെ നോക്കോ. ഇതിപ്പോ കഴിഞ്ഞ കളി കളിച്ച സ്പെയിൻ ഒന്നും അല്ലല്ല, ആകെ മാറിപ്പോയി. എല്ലാവരും നന്നായി കളിച്ചു. സെറ്റ് കളി, ടീമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ കപ്പ അങ്ങനെ തൂക്കി പ്രാവശ്യം ഫ്രാൻസ് കളിയിൽ പിക്ചറിലേ ഇല്ല. എംബാപ്പെ ചാൻസ് ഇല്ല. ഈ ഫ്രാൻസ് എംബാപ്പെ മുന്നേ കളിച്ചു. എംബാപ്പെ കളിച്ചിനോ? എവിടെ കളിക്കാൻ പറ്റില്ല. അതാണ് സ്പെയിന് കളി വേറെ. എല്ലാരും പ്രതീക്ഷ ഫ്രാൻസ് ആയിരിക്കും ഇന്ന് ജയിക്കുമെന്ന്. ഫ്രാൻസ് എംബാപ്പെ കളിക്കാൻ പറ്റില്ലല്ലോ. സ്പെയിൻ പൂട്ടി. സ്പെയിൻ എംബാപ്പെ പൂട്ടി. ഫ്രാൻസ് പൂട്ടി. ഫ്രാൻസ് ഒന്നല്ല. എംബാപ്പയോട് നമ്മൾ കളി തുടങ്ങുമ്പോഴാ പറയാം, ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ല കളി, ടീം ഗെയിമാണ്. കള്ളനും പോലീസ് കളിക്കുന്ന ചെറിയ കുട്ടികളെ വരെ കളിക്കുന്ന പോലെ കളിച്ച പൊസിഷൻ ഗെയിം സ്പെയിന്റെ പുച്ഛിച്ച് തള്ളിയ ആളുകളായിരുന്നു. യൂറോ കപ്പിൽ തോൽപ്പിച്ചെന്നൊക്കെ പറയുമ്പോൾ അത് യൂറോയിലല്ലേ, വേൾഡ് കപ്പിൽ നമ്മൾ മറികടക്കുന്നൊക്കെ. ഇപ്പൊ നിങ്ങള് കളി കണ്ടല്ലോ, സ്പെയിന്റെ ഒപ്പം ജയിക്കാനായിട്ടില്ല. എംബാപ്പെ യമാലിന്റെ ഒപ്പം ജയിക്കാനായിട്ടില്ല. കളി സ്പെയിനോട് വേണ്ട. ഫൈനലിൽ ആരോട് കളിക്കും? ഫൈനലിൽ ആരൊപ്പരായാലും നല്ലൊരു പോരാട്ടം കാണാം. ഇംഗ്ലണ്ട് അർജന്റീന കളി ആർക്കും എഴുതി തള്ളാവില്ല. 2 ടീമിനും ഒരേപോലെ ചാൻസ് ഉള്ള കളിയാണ്. ഇത് നല്ല കേപ്പ് വർദ്ധാണ് നിങ്ങൾക്ക്. ഫ്രാൻസ് ചിത്രത്തിലല്ല. കാരണം സ്പെയിന് കളിച്ചത് ആ കേപ്പ് വർദ്ധനെ ഫസ്റ്റ് നല്ല കളി കളിച്ചു. പക്ഷെ കേപ്പ് വർദ്ധ വിട്ടുകൊടുത്തില്ല. എന്റെ അഭിപ്രായത്തിൽ ഫ്രാൻസായിട്ട് നല്ല കേപ്പ് വർദ്ധ എത്തേണ്ടിയിരുന്ന എന്റെ അഭിപ്രായം. അതായത് അർഹിച്ചൊക്കെ ഒത്തിരി നാളുകൂടി ഒരു
ടോട്ടൽ ഫുട്ബോൾ അല്ലേ എല്ലാ മേഖലയിലും വേൾഡ് കപ്പില് കുറെ കാലത്തിന് ശേഷം നല്ല സൗന്ദര്യമുള്ള ഒരു ഫുട്ബോൾ കാണാൻ പറ്റി. ഒരു നല്ല ചെറിയ കുറുകിയ പാസുകൾ, അത് നമ്മൾ ബാർസലോണയിൽ കാണുന്ന അതേ കളിയാണ് സ്പെയിനിൽ കളിച്ചത്. ഒരു ഫുട്ബോളിന്റെ സൗന്ദര്യം എന്താന്നുള്ള ഈ മാച്ചിൽ കാണാൻ പറ്റി. വളരെ സൈലന്റ് ആയിട്ട് നല്ല വൃത്തിയിൽ കുറുകിയ പാസുകൾ. ഫ്രാൻസിന്റെ എല്ലാ അതും കൂട്ടിപ്പോയി, കാരണം ബോൾ കൈമന്ന് വിട്ടുകൊടുക്കുന്നില്ല. ഭയങ്കര കൗണ്ടർ അറ്റാക്കിങ്, അടിപൊളി കൗണ്ടർ, ഇനിയും അടിക്കായിരുന്നു സ്പെയിന്. പക്ഷെ നല്ല ഒരു അടിപൊളി കളിയാണ് കഴിച്ചത്. കാരണം കാണികളെ ഒരു 90 മിനിറ്റ് പോയതാണ്. വളരെ വൃത്തിയുള്ളൊരു കളി കണ്ട് കുറെ കാലത്തിന് ശേഷം വേൾഡ് കപ്പിലെ സൗന്ദര്യമുള്ള ഒരു മത്സരം ഞാൻ പറയുന്നത് ഇന്ന് സ്പെയിന്റെ ഈ മാച്ചാണ്. ഇതിപ്പോ ഫ്രാൻസ് മുന്നേറ്റം കൊണ്ടുപോയാലും കുക്കലിൽ അവരടക്കമുള്ളവരങ്ങ് തടഞ്ഞിടുവാണ്. അതായത് ഇംബാപ്പിനെ മൊത്തത്തിൽ കൂട്ടിയിട്ടുണ്ട്. കൊക്കോറിയ പിന്നെ അവരെ മൊത്തം ഡിഫൻസീവ് എടുത്ത് പറയേണ്ടതാണ്. അതെ പെഡ്രോ, ഇവരൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്, സൂപ്പറായിട്ട്. അവരുടെ ഗോളി നന്നായി പെർഫോം ചെയ്തു. ഗോളി ടോട്ടൽ ആകെ ഒരു ഗോളാ വാങ്ങിയത്, അത് കാണാണ്ട് ഞങ്ങൾക്ക്. കാരണം ഗോളിന്റെ സേവ് തന്നെ കണ്ടാൽ മനസ്സിലാവും. വളരെ വ്യത്യസ്ത രൂപത്തിലാണ് സ്പെയിൻ കളിച്ചത്. കാരണം ഈ കളി കളിക്കാൻ വേണ്ടി അർജന്റീന കൂടെ നല്ല അടിപൊളി മാച്ചാണ്. ഞാൻ അർജന്റീനക്കാരാണ്, പക്ഷെ നല്ലൊരു ഫൈനൽ കാണാം നാളെ നമ്മൾ ജയിച്ചാൽ. നല്ലൊരു കളിയായിരുന്നു. പക്ഷെ ഫ്രാൻസിന്റെ ഭാഗത്തുനിന്ന് കുറെ അറ്റാക്ക് ഉണ്ടായി, പക്ഷെ ഒന്നും നടന്നില്ല. ഫ്രാൻസ് ആയിരുന്നോ? ഫ്രാൻസ് ആയിരുന്നു, പക്ഷെ ഫ്രാൻസ് കളിച്ചില്ലെന്ന് തീരെ കളിച്ചിട്ടില്ല. നല്ല അറ്റാക്ക് നോക്കിയിരിക്കുന്നു, പക്ഷെ ഫുള്ള് ഡിഫൻസ്. കുക്കുരെല്ലാം നല്ല കളി കളിച്ചിട്ടുണ്ട്, ഭീകര കളിയായിരുന്നല്ലേ? ഓ സ്പെയിനൊക്കെ അടിപൊളിയായിട്ട് ഏറ്റവും നല്ല കളിയല്ലേ സ്പെയിൻ കളിച്ചത്? അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് സ്പെയിന്, ഒരു രക്ഷയില്ല. നല്ല കട്ട് പാസുകള്, ചെറിയ സ്ലൈഡ് പാസുകള് അല്ലെ, അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ യമാലിനൊന്നും അധികം കണ്ടില്ല. കുക്കുരയിലൊക്കെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. ഫൈനലിൽ ആര് വേണമെന്ന് ആഗ്രഹിക്കുന്നത്? അർജന്റീനയും സ്പെയിനും അടിപൊളിയായിരിക്കും കളി. ആര് ജയിക്കും? അത് 50-50 ആണ്, നമുക്ക് നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു കളി? ഇതുവരെ എനിക്ക് തോന്നുന്നത് ഈ ലോകകപ്പിലെ ഏറ്റവും നല്ല കളിയായിരുന്നു. ഏറ്റവും നല്ല കളിയായിരുന്നു, ഏറ്റവും നല്ല. അതിൽ യാതൊരു സംശയമില്ല. അതിന്റെ പന്തടക്കവും, കാരണം ഫ്രാൻസിന്റെ എല്ലാവരും പ്രതീക്ഷേനേക്കാൾ അപ്പുറത്താണ് സ്പെയിൻ കളിച്ചിട്ടുള്ളത് ഇന്ന്. വളരെ ഉഷാറായിട്ട്, കാരണം നമുക്ക് കണ്ടാലറിയാം അത്ര ഈസി ആയിട്ടാണ് സ്പെയിന് കളിച്ചിട്ടുള്ളത് ഗ്രൗണ്ടില്. ഞാൻ കുട്ടികളോട് പറയായിരുന്നു കളീന്റെ 40-60 അതിനെ എഴുതി കാണിക്കുന്ന 64-36 നന്നായിട്ട്, വെരി ഗുഡ്. എനിക്ക് തോന്നുന്നത് ഭയങ്കര ഈ കേഫർദയും പോർച്ചുഗലും ഒക്കെ ആയിട്ട് കളിച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു ഒഴുക്കുണ്ടായിരുന്നു സ്പെയിന്റെ കളിക്ക്. ഈ ഫ്രാൻസിന്റെ ആരാധകർ പോലും കൈയടിക്കുന്ന അവസ്ഥയിലായിരുന്നു പല. അതെ, അത് എന്താ പറയാ, ലാജവാബ് എന്ന് പറഞ്ഞ പോലത്തെ കളിയാണ് ഇന്നത്തെ കളി. അടിപൊളി, ഒന്നും പറയാനില്ല. അത്രയും നല്ല പന്തടക്കം, വളരെ ഈസി ആയിട്ട് കളിച്ചു ജയിച്ചു. എങ്ങനെയുണ്ടായിരുന്നു കളി? എങ്ങനെയുണ്ടായിരുന്നു? ഇനി നമുക്ക് എന്തായാലും കളി എങ്ങനെയുണ്ടായിരുന്നു? പ്രതീക്ഷിച്ചതിനേക്കാൾ ഗംഭീര കളിയായിരുന്നു. നമ്മളെ സംബന്ധിച്ചിട്ട് സ്പെയിനായാലും കണക്കാണ്. ഇപ്പോ ഫ്രാൻസിനെ ഒരു തവണ തോൽപ്പിച്ചതുകൊണ്ട് ഈ തവണ നമുക്ക് സ്പെയിനെ തോൽപ്പിക്കാന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം. പിന്നെ വിചാരിച്ച പോലെ ഒരു സെമി ഫൈനലിൽ ഒരു ഫീലൊന്നും കിട്ടിയിട്ടില്ല. ഒരു ഏകപക്ഷീയമായിട്ടുള്ള കളിയായിരുന്നു. സ്പെയിൻ ആയിരുന്നു കളിച്ചത്, സ്പെയിൻ ജയിച്ചു. പോർച്ചുഗലും ബ്രസീലും ഒക്കെ ചേർന്ന് ഫ്രാൻസിനെയാണ് പിന്തുണച്ചത്. ഫ്രാൻസ് പോയി. ഞാൻ ഒരു ബ്രസീലുകാരനോട് ചോദിച്ചേ, ഇനി നിങ്ങളെ ടീം ഏതാന്ന്? നമ്മൾ ആദ്യേ സ്പെയിനല്ലേന്ന് ചോദിച്ചേ. അത്രേ ഉള്ളൂ ഈ ബ്രസീലായിരിക്കും. ഇനി ജേഴ്സി വാങ്ങാനില്ല, ഇനി അവരെ കാശൊക്കെ തീർന്നു കഴിഞ്ഞ് ഇനി അവസാനം ഒരു ജേഴ്സി കൂടി വാങ്ങണം സ്പെയിന്റെ. നമ്മളിനി എന്ത് വന്നാലും നാളെ ഇംഗ്ലണ്ടിനെ മലർത്തും, അത് ഉറപ്പാണ്. ഈ ടീമിന്, ഈ അർജന്റീനക്ക് ഈ സ്പെയിനോട് വലിയ പാടല്ലേ കളിക്കാൻ? അയ്യേ, നമ്മൾ 10 മിനിറ്റ് കൊണ്ട് 3 ഗോള്, 12 മിനിറ്റ് കൊണ്ട് 2 ഗോൾ അടിക്കുന്ന ടീമിനെ എന്ത് എന്താ ഇതൊക്കെ ബ്രസീലാരാ പേടിയാ? ഇയാളെ ഓർമ്മയുടെ തോൽപ്പിക്കോ? ഞാൻ ബ്രസീലുകാരനാണ്, പക്ഷേ ഞങ്ങള് നോക്കിക്കോ, ഇതുപോലെ മെസ്സിക്ക് കിട്ടിയ പോലെ പെനാൽറ്റി ലോകത്ത് വേൾഡ് കപ്പിൽ ഏതെങ്കിലും ടീമിന് കിട്ടിക്കണോ? പെനാൽറ്റി വാരിക്കോരി കൊടുക്ക, കിക്ക് വാരിക്കോരി കൊടുക്ക, ഫൗൾ കിക്ക് കൊടുക്ക, നേരിട്ട് കളിച്ചു ജയിച്ചിക്കണോ? ഇന്ന് ഏത് ടീമിലായിരുന്നു സപ്പോർട്ട് ചെയ്തത്? ഇന്ന് ഇവിടെ റോട്ടമല ഡ്യൂട്ടി, അതിനെ കൊണ്ട് ഇന്ന് ടീമിനെ പ്രഖ്യാപിച്ചില്ല. നാളെ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടാണ് ഫൈനലില്. അർജന്റീനയോടൊപ്പമാണോ? അർജന്റീന അല്ല, ഫിഫന്റീന കമ്മിറ്റി ടീം. ആ ടീമിനെ നാളെ തോൽപ്പിക്കും. അത് ഫുട്ബോളിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് കമ്മിറ്റി ടീമിനെ നാളെ തോൽപ്പിക്കും. കോച്ചിന്റെ പവറാണ്. ഫ്രാൻസിന്റെ ബാക്ക് പൊട്ടിപ്പോയി, പിന്നെ കളി വലിയ കളിക്കാൻ കഴിയില്ല. അല്ല, പക്ഷെ ഗംഭീര കളിയായിരുന്നു അല്ലേ? ഈ സ്പെയിന്റെ എല്ലാവരും കളിച്ചു, ഒരാളെ പോലും ഒന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. നല്ല കളിച്ചു, മറ്റൊരു ബാക്കൊക്കെ പൊട്ടി ചീന്തിക്കളഞ്ഞു. കോച്ചിന്റെ പവറാ അത്, സ്പെയിൻ കോച്ചിന്റെ പവറാ. അത് ഭയങ്കര രസമുള്ള കളിയല്ലായിരുന്നു? ബാക്ക് പാസുകള്, കട്ട് പാസുകള് ഇതുവരെ കളിച്ചു ഫ്രാൻസിന്റെ കളി ഇല്ലല്ലോ. കളിയാകെ പൊട്ടിപ്പോയി, ബാക്ക് പൊട്ടിയ ഭാഗം തമർന്നുപോയി, പിന്നെ കളിക്കാൻ കഴിയില്ല.
ഫൈനൽ ആരൊക്കെ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്? ഫൈനൽ ഇനിയിപ്പോ ഇവരെന്നെ കപ്പും ഉണ്ടാവും. സ്പെയിൻ ഇമാര് കളിക്കാൻ സ്പെയിന് പൊതുവെ നല്ല കളിയാണ്. അപ്പൊ അർജന്റീന ഇംഗ്ലണ്ടിനോട് ചിലപ്പോൾ ഈ കണക്കിൽ പൊട്ടിപ്പോകും. ഒരു സ്പാനിഷ് ഫുട്ബോളിന്റെ ഒക്കെ അല്ലേ, ബാഴ്സയുടെ ഒക്കെ ഒരു കളിയുടെ ഒരു പ്രഭാവം ഉണ്ടായിരുന്നു. അതെ, സ്പെയിൻ നന്നായിട്ട് കളിച്ചു. ഫ്രാൻസിനെ 2 ഗോളിന് തോൽപ്പിച്ചു. വളരെ നല്ല കളിയായിരുന്നു. എംബാപ്പയ്ക്ക് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഫ്രാൻസിന്റെ വളരെ നിറം ഭംഗിയ പ്രകടനമായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. നാളെ അർജന്റീന 2-0 ഇതേ സ്കോറിന് തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന വേഴ്സസ് സ്പെയിൻ ആയിരിക്കും 2026 വേൾഡ് കപ്പിലെ ഫൈനലിസ്റ്റുകൾ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആര് ജയിക്കും? അത് വലിയ ടഫല്ല. ഇനിയും സ്പെയിനോട് അർജന്റീനയ്ക്ക് ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. കേപ്പ് വെർദനെ സമനിലയിൽ തളച്ച ടീമാണ് സ്പെയിന്. ഫുട്ബോൾ അങ്ങനെയാണ്. ഫുട്ബോളിൽ ചെറിയവരോ വലിയവരോ ഇല്ല. കേപ്പ് വെർദ വേഴ്സസ് സ്പെയിൻ കളിച്ചപ്പോഴും ഡ്രോ ആയിരുന്നു. അതേ സ്പെയിനാണെന്ന് ഫ്രാൻസിന് അടിച്ചത്. ഇതേ സ്പെയിനിന് വന്നിട്ട് ഫൈനലിൽ അർജന്റീന അടിക്കും. ഫുട്ബോളിന്റെ ഒരു മായിക ഒരു അതാണ്, ഒരു സൗന്ദര്യം അതാണ്. ചെറിയവരോ വലിയവരോ ഇല്ല. കേപ്പ് വെർദ എല്ലാരും വിറപ്പിച്ചുകൊണ്ട് പോയത്, അർജന്റീന വരെ വിറപ്പിച്ചിട്ടാണ് പോയത്. പക്ഷെ അർജന്റീന ആ കേപ്പ് വെർദനെ അടിച്ചു. ഇതേ കേപ്പ് വെർദന്റെ മുന്നിലാണ് സ്പെയിന് ഡ്രോ പിടിച്ചത്. അപ്പൊ ഫുട്ബോൾ നമുക്ക് എങ്ങനെയാണ് ആളെ നമ്മൾ ഇത് ചെയ്യുന്നത്, വലിയവരോ ചെറിയവരോ എന്ന്? പക്ഷെ ഏറ്റവും കരുത്തരെന്ന് പറഞ്ഞിരുന്ന ടീം ഫ്രാൻസ് ആയിരുന്നല്ലോ തുടക്കം മുതൽ. അത് ശരിയായിരുന്നു. എംബാപ്പ അവരുടെ ഫോർവേഡൊക്കെ വളരെ ലോകോത്തര പ്ലെയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രാൻസ് മുന്നേറി വന്നത്. പക്ഷെ സ്പെയിന്റെ ടോട്ടൽ ഫുട്ബോളിന്റെ മുന്നിൽ ഫ്രാൻസ് നിഷ്പ്രഭമായി ചെയ്ത്. അതായത് 8 ഗോൾ ഇതുവരെ എംബാപ്പെ മാത്രം അടിച്ചു. ആ എംബാപ്പയ്ക്ക് ഇന്ന് കൃത്യമായ ഒരു ബോക്സിൽ പന്തെത്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത് ഇവര് സ്പെയിന് വളരെ തന്ത്രപരമായിട്ട് വളരെ ഡിഫൻസീവായിട്ട് ഗെയിം കളിച്ചത്. സ്പെയിന് ഡിഫൻസീവ് കളിച്ചു, കറക്റ്റായിട്ട് അവർക്ക് ഒഫൻസീവ് ഗെയിം കളിച്ചു. ഡിഫൻസ് പ്ലസ് ഒഫൻസീവ്. കാരണം അവരുടെ അറ്റാക്കിങ്ങിൽ കറക്റ്റ് ഡിഫൻസ് ചെയ്തു. ഒരു ഗോൾ പോലും അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നാളെ അർജന്റീന ഇംഗ്ലണ്ട് വരുമ്പോൾ ഇതേ ഇടത്ത് നിങ്ങൾ ഉണ്ടാവണം. 2-0 അർജന്റീന വിന്നാവും. സ്പെയിൻ വേഴ്സസ് അർജന്റീന ആയിരിക്കും 2026 ഫിഫ വേൾഡ് കപ്പിലാകാം. പലരും ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു ഫിഫയുടെ കമ്മിറ്റി ടീമാണ് അർജന്റീന എന്ന്. നമ്മുടെ ലോക്കൽ സെവൻസിന് കമ്മിറ്റി ടീം ഇറക്കാം. ഇത് ഫിഫ എന്ന് പറഞ്ഞെങ്കിൽ ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ആണ്. അവർക്ക് ഒരു കമ്മിറ്റി ടീമിന് ഇറക്കാൻ പറ്റുമോ? മെസ്സിനോടുള്ള ഒരു വിരോധം. മെസ്സി വേൾഡിൽ നമ്പർ 1 പ്ലെയർ ആണ്. അത് അദ്ദേഹത്തിന്റെ ടാലന്റോടാണ് അവർ വന്നത്. അവരെ വേൾഡിൽ അത്രയും ഒരു ആൾക്കാർ ആരാധിക്കുന്ന ഒരു പ്ലെയർ ആണ് മെസ്സി. മെസ്സിനോടുള്ള അന്ധമായ വിരോധം കൊണ്ട് ഒന്ന് മാത്രമാണ് അവർ അർജന്റീന എല്ലാവരും, ബ്രസീൽ ആയിക്കോട്ടെ, പോർച്ചുഗൽ ആയിക്കോട്ടെ, പിന്നെ ഫ്രാൻസ് ആയിക്കോട്ടെ, അതിന്റെ ഒക്കെ ഫാൻസ് അർജന്റീന എതിർക്കുന്നത്. കമ്മിറ്റി ടീം എന്നൊരു ടീമുണ്ടോ? ഇതിനു മുൻപ് വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നോ? ഇല്ല. എന്തായാലും അർജന്റീന ഫൈനലിൽ കടക്കും 100%. ഇംഗ്ലണ്ട് നാളെ അടിച്ചിട്ട് സ്പെയിന് വേഴ്സസ് അർജന്റീന വരെ അർജന്റീന കപ്പ് തൂക്കിയിരിക്കും. ഓക്കെ, എന്തായാലും അർജന്റീന കപ്പ് തൂക്കും. സ്പെയിന്റെ സമാനതകളില്ലാത്ത കളി നടന്നു എന്നാണ് ഇവർ പറയുന്നത്. ചില സ്പെയിന്റെ ആരാധകർ കൂടി ഇവിടെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ കളിയൊന്നും പ്രതീക്ഷിച്ചിരുന്നോ? ഈ കേപ്പ് വെർദയും പോർച്ചുഗലും ഒക്കെ ആയിട്ട് കളിച്ച് കളി വെച്ച് നോക്കിയാൽ ആ ടീമേ അല്ല ഇന്ന് കളിച്ചത്, ഇല്ലേ? അല്ല, കുറച്ചും കൂടെ ഡിഫൻസീവായിട്ട് സ്ട്രോങ് ആയിട്ട് തോന്നി. എന്നാലും ഫ്രാൻസിന്റെ അറ്റാക്ക് നമ്മള് നല്ല ത്രെറ്റ് ആവുന്നാണ് വിചാരിച്ചത്. പക്ഷെ അത്ര തീരെ നള്ളിഫൈ ചെയ്ത് വൺ ഡോമിനേഷൻ ആയിരുന്നു എല്ലാ പ്ലേയേഴ്സ്. ഈ എംബാപ്പയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കിട്ടിയ ചാൻസ് തന്നെ ഗോളി നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതും നള്ളിഫൈ. ബാക്ക് പാസുകളെ, ഷോർട്ട് പാസുകളെ, ഇന്റർസെപ്ഷൻ മൊത്തം ഫുൾ കൺട്രോളിലായിരുന്നു ഗെയിം മൊത്തം. ഡിഫൻഡ് നല്ല സ്ട്രോങ് ആയിരുന്നു, ഒന്നും പറയാനില്ല. കാരണം ബോൾ കടക്കുന്നില്ലല്ലോ, അത്രയും ശ്രമം നടത്തിയിട്ട് ബോൾ കടക്കുന്നില്ലല്ലോ. ഇത്രയും നല്ല ഡിഫൻഡ് ആയിരുന്നു. അതിലൊന്നും പറയാനില്ല. ഗോളും കണ്ടില്ലേ, ഒരു ബോൾ പോലും മിസ്സാക്കുന്നില്ല. ഇത്രയും നല്ല സേവ് ചെയ്യുന്നുണ്ട്. എന്തായാലും അതാണ് ലോകകപ്പിലെ ഏറ്റവും ആവേശകരമായ മത്സരമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട മത്സരമാണ്. കരുത്തരായ ഫ്രാൻസിനെ മറികടക്കാൻ സ്പെയിന് കഴിയുമോ എന്നതായിരുന്നു ഏറ്റവും വലിയ ചോദ്യം ഉയർന്നത്. പക്ഷേ മറികടന്നിരിക്കുന്നു. ഫുട്ബോളിന്റെ സമസ്ത സൗന്ദര്യങ്ങളും നിറഞ്ഞ കളി അഴകാണ് ഇന്ന് അക്ഷരാർത്ഥത്തിൽ സ്പെയിൻ മൈതാനത്ത് കാഴ്ചവെച്ചത്. ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള മത്സരത്തിലെ വിജയിയാവും ഫൈനലിൽ നേരിടുക. എന്തായാലും അർജന്റീന വിജയിക്കുമെന്നാണ് ഇവിടെയൊക്കെയുള്ള കൂടുതൽ ആരാധകരും പറയുന്നത്. പക്ഷേ കളി പലപ്പോഴും പ്രവചനാതീതമാണ്. ചെറിയ ടീമെന്നോ വലിയ ടീമെന്നോ വ്യത്യാസമില്ലാതെ ആർക്കും വിജയിക്കാവുന്ന സാഹചര്യം നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും ഹൈ വോൾട്ടേജ് മത്സരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഫ്രാൻസിന് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.